ബൈജൂസിലും ഒതുങ്ങില്ല. ജീവനക്കാരെ പിരിച്ചുവിട്ട് ടെസ്ലയും ഡെല്ലും. ജീവനക്കാരെ പിരിച്ചുവിടുന്നത് തുടർന്ന് ടെക് കമ്പനികൾ. ടെസ്ല ഏകദേശം 14,000 പേരെ പിരിച്ചുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ മാസത്തിൽ ടെസ്ലയും ആപ്പിളും ബൈജൂസും അടക്കം ജീവനക്കാരെ വെട്ടിക്കുറച്ചു. മൊത്തം ജീവനക്കാരുടെ 10% വരെ പിരിച്ചുവിടാനുള്ള തീരുമാനം സിഇഒ ഇലോൺ മസ്ക് ഇമെയിൽ വഴിയാണ് അറിയിച്ചത്. കൃത്യമായ നമ്പർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 14,000 പേരെ വെട്ടിക്കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ടെസ്ല അതിന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടതിന്റെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം സൂചിപ്പിച്ചാണ് ഇമെയിൽ. തീരുമാനം വെല്ലുവിളി നിറഞ്ഞതാണെന്നും എങ്കിൽ കൂടി ഭാവിയിലേക്കുള്ള ടെസ്ലയുടെ വിജയത്തിന് ഇത് അനിവാര്യമാണെന്നും ആത്മവിശ്വാസമാണ് മസ്ക് പ്രകടിപ്പിച്ചത്. ആപ്പിൾ 500 ജീവനക്കാരെ പിരിച്ചുവിട്ട തീരുമാനത്തിന് പിന്നാലെയാണ് മസ്കിന്റെ തീരുമാനം. ഇന്ത്യയിൽ എഡ്യൂടെക് സ്ഥാപനമായ ബൈജൂസ് ഏറ്റവും പുതുതായി 500 ജീവനക്കാരെ കൂടി പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് നടന്നിട്ടുണ്ട്. സാമ്പത്തിക വെല്ലുവിളികൾ മറികടക്കാനുള്ള കമ്പനിയുടെ ശ്രമങ്ങളെ തുടർന്നാണ് ഈ നീക്കം. പിരിച്ചുവിടൽ നോട്ടീസ് ജീവനക്കാർക്ക് ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ടെക്നോളജി രംഗത്ത് ഭീമന്മാരായ ഡെല്ലും ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ജീവനക്കാരെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡെല്ലിന്റെ തൊഴിലാളികളുടെ എണ്ണം 1,26,000 നിന്ന് ഏകദേശം 1,20,000 കുറച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ പദത്തിൽ വരുമാനത്തിൽ 11% ഇടിവിന് കാരണമായ കമ്പ്യൂട്ടർ വിൽപ്പനയിലെ മന്ദഗതിയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ.